തളിപ്പറമ്പിലെ നിയുക്ത MLA TK ഗോവിന്ദന്റെ സഹധർമ്മിണി രാഷ്ട്രീയം, അതായത് തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ വലിയ രീതിയിൽ വിമർശനത്തിന് വിധേയമായിട്ടുള്ള ഒരാൾ കൂടിയാണ് KP രമണി. ഈ ഘട്ടത്തിൽ മലപ്പട്ടം ടൗണിലാണ് നമ്മൾ നിൽക്കുന്നത്. MLA തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം TK ഗോവിന്ദനൊപ്പമാണ് ഈ സ്ഥലത്തേക്ക് എത്തുന്നത്. എന്താണ് പറയാനുള്ളത്? ജനങ്ങളുടെ ശക്തി ഇവർ മനസ്സിലാക്കണം. ജനങ്ങളുടെ ശക്തിയാണ് നമ്മുടെ വിജയം. അപ്പോൾ നമ്മൾ ഇടപെട്ടാൽ സാധിക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആ രീതിയിൽ വലിയ വിജയം നൽകിയ ജനങ്ങൾക്ക് അഭിനന്ദനം അറിയിക്കുകയാണ്. രമണിയേച്ചിയും വ്യക്തിപരമായ ഒരുപാട് അത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നേതാക്കളുടെ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. അതിനൊന്നും ഞാൻ ഒരു പരിഗണനയും കൊടുത്തിട്ടില്ല. എൻ്റെ 49 വർഷക്കാലത്തെ എൻ്റെ പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് അങ്ങനെ ഒരു കളങ്കമില്ലാത്ത പളുങ്ക് പോലത്തെ ഒരു പൊതുപ്രവർത്തനം നടത്തിയ ആളാണ് ഞാൻ. അതുകൊണ്ട് ആ രീതിയിൽ ഒരാൾക്കും എന്നെ ഏത് രീതിയിൽ പറഞ്ഞാലും ഞാൻ പുറകോട്ട് പോകാനോ ഞാൻ അതിന് താഴ്ന്നു നിൽക്കാനോ ഞാൻ തയ്യാറല്ല. എനിക്കതിന് സാധിക്കില്ല. എനിക്ക് അഭിമാനത്തോടു കൂടി എൻ്റെ പൊതുപ്രവർത്തനം ഒരാൾക്കും എന്നെ ഏതെങ്കിലും രീതിയിൽ കളങ്കപ്പെടുത്താൻ, ഒരു വാക്ക് കൊണ്ടെങ്കിലും ഒരു നോക്ക് കൊണ്ടെങ്കിലും കളങ്കപ്പെടുത്താൻ ഈ നിമിഷം വരെ സാധിച്ചിട്ടില്ല. അത് സാധിക്കില്ല. ഇനി അതിൻ്റെ ആവശ്യവുമില്ല. TK ഗോവിന്ദനോടൊപ്പം കുടുംബാംഗങ്ങൾ പോലും ഇല്ല, അല്ലെങ്കിൽ ആരുമില്ല എന്ന് പറഞ്ഞ ഘട്ടത്തിലാണ് രമണിയേച്ചി ഉൾപ്പെടെ പിന്തുണ നൽകിയത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം എല്ലാവരും കൂടി ഉണ്ടെന്നാണ് തെളിയിക്കുന്നത്. എല്ലാവരും ഇതാ എൻ്റെ മരുമക്കള്, എൻ്റെ ഭാര്യ, മക്കള്, മക്കള് എല്ലാവരും കൂടിയുണ്ട് മോനെ. മുഴുവൻ ആളുകളും മാത്രമല്ല നാട്ടുകാരും കൂടി, കുടുംബം, നാട്ടുകാർ, മാഷ പഠിപ്പിച്ച കുട്ടികൾ, അവരെ മക്കള്, എവിടെയും പറയാനില്ല. ആ രീതിയിലുള്ള കൂട്ടായ ഉത്തരവാദിത്വം മാഷ നെഞ്ചേറ്റ് ആ രീതിയിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ, UDF-ന്റെ പ്രവർത്തകർ, മാഷ നേരത്തെ സംസാരിച്ച പോലെ എല്ലാ വിഭാഗം ജനങ്ങളും കൂട്ടായി ഒന്നിച്ചൊന്നായി ചുരുങ്ങിയ ദിവസം കൊണ്ട് ഇതിനെ ഏറ്റെടുക്കാൻ. തെരഞ്ഞെടുപ്പിന്റെ ദിവസം ആ ബൂത്തിലേക്ക് എത്തിയ സമയത്ത് ഉണ്ടായൊരു അനുഭവം കൂടി ഉണ്ടല്ലോ. ആ അനുഭവത്തെ ഇപ്പോൾ എങ്ങനെയാണ് അതിനൊക്കെ വിലയിരുത്തുന്നത്? ആ കുട്ടികളോട് സഹതാപം തോന്നുന്നു. ആ കുട്ടികളോട് എനിക്ക് സഹതാപം തോന്നുന്നു. അപ്പോൾ ഭാവിയിൽ അവർ തിരുത്തിക്കോട്ട്. നമ്മളെ മലപ്പട്ടത്തിൻ്റെ സംസ്കാരമല്ല അത്. പക്ഷേ പുത്തൻ സംസ്കാരം ഇത്തരം പുതിയ യുവാക്കളുടെ ഇടയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മുടെ പാർട്ടിക്കകത്തുണ്ടാകുന്ന മൂല്യച്യുതിയാണ് മോനെ. ആ മൂല്യച്യുതി ഇനി ഉണ്ടാവാൻ പാടില്ല. സാധാരണ നാട്ടിൻപുറത്തൊക്കെ പറയും കൂവി തോപ്പിക്കാന്ന്. പക്ഷെ കൂവിയാലൊന്നും തോക്കൂല അല്ലേ? കൂവിയാ തോക്കൂല. അവരോടെല്ലാം നന്ദി പറയുമെന്ന്. അവരോട് നന്ദി പറയും. TK ഗോവിന്ദന്റെ സഹധർമ്മിണി KP രമണിയാണ് ഇപ്പോൾ പ്രതികരണം നടത്തിയത്. ഈ നാട് നൽകിയിട്ടുള്ള പിന്തുണ, ആരും ഒപ്പമില്ല എന്ന് പറഞ്ഞ പാർട്ടി നേതൃത്വത്തിന് എല്ലാവരും കൂടെ ഉണ്ട് എന്നുള്ള മറുപടിയാണ് തെരഞ്ഞെടുപ്പ് ഫലം നൽകിയതെന്നുള്ളതാണ് KP രമണി വ്യക്തമാക്കിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് തുറവശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.